ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്താ പരിപാടി എന്നല്ലേ? ഇന്ന് കുറച്ച് നാടൻ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. കാരണം നോമ്പ് തുടങ്ങിയ ശേഷം ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉച്ചത്തെ ഊണ്. നല്ല ആവി പറക്കുന്ന ചോറും അതിന് പറ്റി മീൻകറിയും പിന്നെ ചക്കയോ കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ കുറച്ച് തോരനും. ഇതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു കേട്ടോ. നോമ്പ് തുടങ്ങപ്പോഴാണ് നമുക്ക് ഈ ഉച്ചയൂണിൻ്റെ വില മനസ്സിലാവുന്നത് കേട്ടോ. അപ്പം ഇന്ന് നൈറ്റ് നമ്മൾ നോമ്പ് മുറിച്ചിട്ട് കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നത് ചോറും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ കുറച്ച് പർച്ചേസൊക്കെ നടത്തിയിരുന്നു. ആ പർച്ചേസാണ് കേട്ടോ ഞാൻ ഇന്നലെ ഷോപ്പിംഗ് വ്ലോഗാക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ അതാരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ പ്ലീസ് പോയൊന്ന് കാണണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വലിയ രീതിയിൽ നല്ല മലക്കറിയൊന്നും കിട്ടിയില്ല. കുറച്ച് ഓൾഡ് സ്റ്റോക്കാണ് എനിക്ക് കിട്ടിയത്, കാരണം അവരുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഉള്ളതിൽ നിന്ന് നല്ല കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത്, പിന്നെ എനിക്ക് ചീനി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചീനി കിട്ടിയില്ല കേട്ടോ. വരുന്ന വഴിക്കും കിട്ടിയില്ല. രാവിലെ ആയി പോയെ കൊണ്ട് ഈ ചെറിയ കുഞ്ഞു സ്റ്റോളൊക്കെ സാധാരണ തുറക്കുന്നതൊന്നും തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഞാൻ അവസാനം വീട്ടിലേക്ക് വന്ന്. ഫ്രീസറിൽ കുറച്ച് ചക്ക ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്ത് ഇന്ന് കറിയാക്കാമെന്ന് കരുതി. അങ്ങനെ വെജിറ്റബിൾസ് മേടിച്ചാൽ എൻ്റെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾ ട്രേ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ആദ്യം വാങ്ങിച്ച മലക്കറിയൊക്കെ എടുത്ത് മാറ്റി അതിൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഡിസ്പോസ് ചെയ്ത ശേഷം ഞാൻ പുതിയ മലക്കറികളെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫസ്റ്റത്തെ പരിപാടി അവസാനിച്ച ശേഷം ഞാൻ അതിന് തിരിച്ച് വെജിറ്റബിൾ ട്രേ ഒക്കെ വെക്കേണ്ടടുത്തൊക്കെ വെച്ചു. ഇനി എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്തിരി മേടിച്ചിട്ടുണ്ട്. മിലുവിന് ഗ്രീൻ ഗ്രേപ്സ്, സീഡ്ലെസ്സിൻ്റെ ഗ്രേപ്സ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ ഒരു സ്നാക്ക് ഞാൻ ഫ്രൂട്ട്സാണ് കൊടുത്തു വിടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടും പിന്നെ നോമ്പായതുകൊണ്ട് ഫ്രൂട്ട്സ് എന്തായാലും ഒഴിയാതെ വേണം. അപ്പോൾ അങ്ങനെ കുറച്ച് മുന്തിരി മേടിച്ചായിരുന്നു. ഈ ഗ്രേപ്സ് മേടിച്ചാൽ നമ്മൾ പൊതുവേ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പൂടെ ഇട്ടിട്ട് ആ ഗ്രേപ്സിനെ പിച്ച് അതിനകത്തിട്ട് നല്ല രീതിയിൽ അതിന് 1/4 മണിക്കൂർ സോക്ക് ചെയ്ത് വയ്ക്കും. ഇങ്ങനെ സോക്ക് ചെയ്ത് വയ്ക്കുന്നതിലൂടെ അതിനകത്ത് എന്തെങ്കിലും പോയിസണൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുമെന്നാണ് കേട്ടോ പറയുന്നത്. ഈ മുന്തിരി എന്ന് പറഞ്ഞാൽ പൊതുവേ പോയിസൺ അടിച്ച് വളർത്തുന്നതാണെന്നാണ് കേട്ട് കേൾവി. എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും എൻ്റെ പിതൃക്കൾ ചെയ്യുന്ന അതേ പ്രോസസ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ഈ പിച്ച മുന്തിരി അതിനകത്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക. 1/4 മണിക്കൂറിന് ശേഷം ഒരുപാട് നേരം ഇടരുത്, മുന്തിരി പൊട്ടിപ്പോകും കേട്ടോ. ഒരിക്കൽ ഇങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. രാത്രി ഇട്ടിട്ട് രാവിലെ വന്ന് നോക്കിയപ്പോൾ എല്ലാം നല്ല രീതിയിൽ വെള്ളം കുടിച്ച് പൊട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇത് ഉച്ച സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചോറും കറിയും ഉച്ചയ്ക്ക് വെച്ച് വയ്ക്കാം, ബാക്കി നോമ്പ് മുറിച്ച ശേഷം ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫിഷ് കട്ടിങ് എനിക്ക് നല്ല രീതിയിൽ സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ കൊണ്ടുവന്ന ഉടനെ അതിന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വലിയ രീതിയിലൊന്നും ഫ്രീസായിട്ടില്ല. 1/4 മണിക്കൂറോളം മാത്രമേ ഫ്രീസറിൽ ഇരുന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ തണുപ്പേ ഉള്ളൂ, അല്ലാണ്ട് നല്ലോണം ഫ്രീസായൊന്നും പോയിട്ടില്ല. പിന്നെ ശാസ്ത്രമല്ല, അറിവുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രീസറിൽ വെച്ച ഫിഷ് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് എടുത്ത് വെള്ളത്തിലിടരുത്. അത് തനിയെ റൂം ടെമ്പറേച്ചറിലിരുന്ന് സെറ്റായി വന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് കാണുള്ളൂ എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സമയം ഇല്ലാത്തവർ എന്നെപ്പോലെ ആയിരിക്കും. ഡയറക്റ്റ് ഫിഷിനെ എടുത്ത് വെള്ളത്തിലോട്ടിടും. ഞാൻ മീറ്റ് ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. യൂസ് ചെയ്യുന്നതിന് ഒരു 1/2 അവർ മുന്നേ എടുത്ത് വെള്ളത്തിലിടും. അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ ഇട്ട ശേഷം ബാക്കി എന്തെങ്കിലും പണി പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെ ഞാൻ കട്ടിങ് ആരംഭിച്ചു. ഇന്ന് പക്ഷേ ഞാൻ ഫിഷിൻ്റെ തൊലി ഉരിച്ച് തരണമെന്നുള്ളത് പറയാൻ മറന്നു. വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനിൽ മൊത്തം അതിൻ്റെ കാര്യം അങ്ങ് വിട്ടു കേട്ടോ. അപ്പം ഞാൻ ഉള്ള രീതിയിലൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഫിഷ് കട്ട് ചെയ്യുന്നത് പോലെ സമയം പോകുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ തൊലി ഉരിച്ചെടുക്കാൻ തന്നെ ഞാൻ നല്ല രീതിയിൽ സമയമെടുത്തു. മൊത്തം ഞാൻ ഫിഷ് കട്ട് ചെയ്യാൻ എടുത്ത വീഡിയോ 45 മിനിറ്റാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇത്രത്തോളം സമയം ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടെന്ന്. അതും ഒരു പകുതി ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒടുവിൽ 10-15 മിനിറ്റിൻ്റെ പരിശ്രമത്തിന് ശേഷം അതിൻ്റെ വാൽഭാഗത്തുള്ള തൊലിയുടെ പകുതിയോളം ഞാൻ ഉരിച്ചു. പിന്നെ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിലും ചെറുതായിട്ടൊരു കട്ട് വീണ്. പിന്നെ നൈറ്റ് ഇതും കൂട്ടി കഴിക്കാമെന്നുള്ള ആശ്വാസത്തിൽ ഞാൻ അതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല. പിന്നെ വാൽഭാഗം ചെയ്തതിൻ്റെ ഒരിരട്ടി പണിയും കൂടെ എനിക്ക് തലഭാഗത്ത് ചെയ്യേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ തലയിലുള്ള പോർഷനൊന്നും പിടിച്ചിട്ടും പോകുന്നില്ല, പിച്ച് കളയാനും വയ്യാത്ത അവസ്ഥയിലായിരുന്നു.
കാരണം നോമ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒട്ടും ശക്തിയില്ലായിരുന്നു. അതേ ഇനി ചൂരയ്ക്ക് ബല കൂടുതലാണോ എന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് തലഭാഗം ക്ലീൻ ചെയ്തത്. തലയിലെ വായൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്യാൻ എൻ്റെ കയ്യിരിക്കുന്ന സിസേഴ്സിനാണെങ്കിലും ഒട്ടും മൂർച്ചയില്ലാത്ത പോലെ തോന്നി. അവസാനം ഉള്ള രീതിയിലൊക്കെ അതിനെ ക്ലീൻ ചെയ്തെടുത്തു. തലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോഷൻ കേട്ടോ, അതുകൊണ്ട് ഞാൻ തല കളയില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഫിഷിനകത്ത് അതിൻ്റെ മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ പണ്ടൊക്കെ ഉമ്മ ആ മുട്ട നമുക്ക് ചെറിയ ഉള്ളിയും വെച്ച് അവിച്ച് തരുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടോടെ തിന്നാലേ കൊള്ളാവും. അല്ലാതെ നമ്മൾ ഇങ്ങനെ വെച്ചിരുന്നിട്ട് രാത്രി ചെയ്ത് തിന്നുന്ന അതൊരു സുഖം കാണത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ അതിനെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി. ഇനി ഇതിൽ കുറച്ച് പോഷൻ കറി വയ്ക്കാനും കുറച്ച് പോഷൻ പൊരിക്കാനുമായിട്ട് എടുക്കണം കേട്ടോ. ഞാൻ മീൻ മേടിച്ചാൽ അതിൻ്റെ 3/4 ഭാഗവും പൊരിക്കാൻ വേണ്ടിയിട്ടാണ്, 1/4 ഭാഗം മാത്രമേ കറി വയ്ക്കുള്ളൂ. കാരണം ഇവിടെ അധികം ചിലവൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് 3/4 ഭാഗവും പൊരിക്കാൻ വേണ്ടിയിട്ട് എന്നെ എടുക്കും. പിന്നെ ഞാൻ അതിൻ്റെ വയറ്റിലിരിക്കുന്ന പോർഷനിൽ തൊലിയൊന്നും ഉരിക്കാൻ ശ്രമിച്ചില്ല കേട്ടോ. അവിടുത്തെ തൊലി ഉരിക്കുകയാണെങ്കിൽ മീൻ മൊത്തത്തിൽ പോവും. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ജസ്റ്റ് കട്ട് ചെയ്തിട്ടതേ ഉള്ളൂ. അങ്ങനെ അവസാനം എല്ലാം ശരിയാക്കി എടുത്ത കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് പീസായിട്ട് കട്ട് ചെയ്താൽ മതി. മീൻ നല്ല ഫ്രഷ് ആയിരുന്നത് കൊണ്ട് ഞാൻ ഇത്ര ബലം അതിനകത്ത് പിടിച്ചിട്ടും അത് നല്ല സ്റ്റഡി ആയിട്ട് തന്നെ ഇരുന്ന് കേട്ടോ. നല്ല അലുവ കഷ്ണം പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് ഫിഷ് കറി വയ്ക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനുമായിട്ട് മാറ്റണം. അപ്പം മുള്ളുള്ള ഭാഗമൊക്കെ കറി വയ്ക്കാനും നല്ല ചതയുള്ള പോർഷനൊക്കെ ഫ്രൈക്കുമായിട്ട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ അടുത്ത എൻ്റെ കൺഫ്യൂഷൻ എന്തെന്നാൽ പുളി വെക്കണോ അതേ തേങ്ങ അരച്ച് വെക്കണോ എന്നുള്ളതായിരുന്നു കേട്ടോ. പുളിയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് പുളിങ്കറിയോടാണ് കേട്ടോ കുറച്ചുകൂടെ ആഗ്രഹം. പക്ഷേ ഇപ്രാവശ്യം മിലുവിന് സെപ്പറേറ്റ് ആയിട്ട് മീൻ കറി വയ്ക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു തേങ്ങാക്കറി വെച്ചാൽ അവൾക്കും കൊടുക്കാമല്ലോ. അവൾക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടുവെള്ളം വെച്ച് കഴുകിയിട്ട് പീസായിട്ട് കൊടുത്താൽ അവൾക്കും ഫിഷ് തിന്നാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം കുറച്ച് അരപ്പ് പുരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ അരപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ സാധാരണ തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ വെച്ച് അടിച്ച് നല്ലൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇന്ന് അതൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് ജോലി തീർക്കുക എന്നുള്ള പരിപാടിയാണ്. കാരണം ഏകദേശം 1:30 കഴിഞ്ഞ് മിലുവിനെ 2:30 സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തീർക്കുന്ന രൂപത്തിലുള്ള അരപ്പുകളൊക്കെ ചേർത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറി ലീവ്സും നമ്മുടെ ഗാർലിക് കൂടെ ചതച്ച് അതിൻ്റെ മണ്ടയിലിട്ടിട്ട് അതിന് ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ ഇനി തേങ്ങ തിരുവണം. തിരികെ തേങ്ങയെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ തിരുവാൻ വേണ്ടി തേങ്ങ ഇന്ന് മേടിച്ചതാണ് കേട്ടോ. എനിക്ക് നല്ല തേങ്ങ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എങ്ങനെയാണ് തേങ്ങ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ 10-16 വെട്ടിന് ശേഷമാണ് ആ തേങ്ങ വളർന്നു വന്നത് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അങ്ങനെ തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ തീരുമാനം എടുത്ത് ഇന്നെന്തായാലും തേങ്ങാക്കറി ആക്കാമെന്ന്. അപ്പോൾ തേങ്ങാക്കറിക്ക് വേണ്ടി ഞാൻ ഫിഷ് കറിക്ക് അതിൻ്റെ മസാല ആദ്യം ഒന്ന് വറുക്കും കേട്ടോ. വറുത്ത ശേഷമേ തേങ്ങയോട്ടിട്ട് അടിക്കാറുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. തേങ്ങ ചൂരയ്ക്കൊക്കെ വളരെ കുറച്ച് മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ തലയ്ക്ക് മൂത്തവർ പറഞ്ഞിട്ടുള്ള എൻ്റെ അറിവാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള മസാല ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് പാൻ ചൂടാവുന്നതിന് മുന്നേ മസാല ഇടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പാനിലുള്ള വെള്ളം ഒരു ടിഷ്യോ തുണിയോ വെച്ച് വൈപ്പ് ചെയ്ത ശേഷം ആദ്യമേ പൊടി ഇട്ട ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഫയർ ഓൺ ചെയ്ത് നല്ല രീതിയിൽ അതിനൊന്ന് ചൂടാക്കിയെടുത്താൽ നല്ല കറിക്ക് നല്ല കുറുക്കവും കാണും, അതുപോലെ നല്ല കളറും കാണും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് കറി ലീവ്സ് കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്കതിനെ ചട്ടിയിലോട്ടിടാം. പിന്നെ ഈ മീൻ കറിയിൽ പ്രത്യേകിച്ച് തേങ്ങയുള്ള മീൻ കറിയിൽ നമുക്ക് ഈ തക്കാളി, അതുപോലെ മുളക്, പിന്നെ മുരിങ്ങയ്ക്ക ഇതൊക്കെ കടിക്കാൻ കിട്ടുന്ന നല്ല സുഖമാണല്ലേ. അപ്പം എല്ലാ സാധനവും ഇപ്രാവശ്യം ഭാഗ്യത്തിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മുളകും തക്കാളിയൊക്കെ ഞാൻ ഇന്ന് മേടിച്ചതാണ്. മുരിങ്ങയ്ക്ക നോമ്പിന് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ 2-3 മുളകൊക്കെ മുറിച്ചിട്ട് മറ്റേ മണമുളകൊക്കെ ഇട്ട് കേട്ടോ. മണമുളകൊക്കെ ഇട്ടാൽ കറി വേറെ റേഞ്ചാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കറിക്ക്. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട ശേഷം നമ്മുടെ കറിയുടെ പരിപാടിയൊക്കെ ഏകദേശം റെഡിയായി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചോറ് വയ്ക്കലാണ്. ചോറ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തേക്കുള്ള പരിപാടി അവസാനിപ്പിക്കാം. ബാക്കിയെല്ലാം ഇനി രാത്രി ചെയ്യാം. ഇത് കഴിഞ്ഞ ശേഷം പോയി കുളിച്ച ശേഷമാണ് മിലുവിനെ വിളിക്കേണ്ടത്. അപ്പോൾ മിലു വരുമ്പോഴേക്കും ചോറ് റെഡിയാവും, കറിയാവും. അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണവും കുറച്ച് ചോറുകൂടെ കൊടുത്ത് മിലുവിനെ കിടത്തി ഉറയ്ക്കുക. മിലു ഓക്കെ ആവും. മിലു ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ മിലു ലഞ്ചിൻ്റെ ടൈം സ്കൂളിലുണ്ട്. പക്ഷേ മിലു അത്രത്തോളം കഴിച്ചിട്ടല്ല കേട്ടോ വരുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടാമതൊന്നുകൂടെ ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കും. അപ്പം
കുറച്ച് ഫിഷ് കറിയും ചോറുമായിട്ട് കൊടുത്താൽ അവൾ ഹാപ്പിയാണ്. അവൾ ഫിഷ് നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പം കറിയൊക്കെ കലക്കിയ ശേഷം കറി അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടിയിലേക്ക് പോകാൻ 2-3 വെള്ളം കഴുകണം. ഇപ്രാവശ്യം ഇരിക്കുന്ന അരിക്ക് നല്ല രീതിയിൽ മറ്റ് ചുമന്ന കളറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം കഴുകിയില്ലെങ്കിൽ മൊത്തം കുക്കറിൻ്റെ സൈഡിലൊക്കെ ചുമന്ന രീതിയിൽ വട്ടത്തിലിരിക്കും കേട്ടോ. അങ്ങനെ അതിനെ ഞാൻ കഴുകിയ ശേഷം ഒരു 3 വിസിലിട്ട് വേവിച്ചാലേ എൻ്റെ അരി വേവത്തുള്ളൂ. അപ്പോൾ അതും ശരിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് തിളച്ച് ലേശം വെള്ളം കൂടുതലായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി നേരം ഞാൻ അതിനെ തിളയ്ക്കാൻ വിട്ടു കേട്ടോ, ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ വറ്റി വന്നപ്പോഴേക്കും നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടികളെല്ലാം അവസാനിച്ച് ഇനി ഇതിന് ഇതേപോലെ ഒന്ന് തിളച്ച ശേഷം അരമണിക്കൂറോടെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് നല്ല കുറുകിയ ടേസ്റ്റുള്ള കറി കിട്ടും കേട്ടോ. കാണാനും നല്ല കളറാണ് കേട്ടോ ഈ കറിക്ക്. അത് നമ്മുടെ പൊടികളെല്ലാം വറുക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ അഡ്വാൻറ്റേജൊക്കെ ഈ കറിക്ക് വരുന്നത്. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മുടെ മുന്തിരി കഴുകാനുള്ള സമയമായി കേട്ടോ. ഒരുപാട് നേരം ഇട്ടിരുന്നാൽ അതും നശിച്ചു പോകും. അങ്ങനെ മുന്തിരിയൊക്കെ കഴുകിയ ശേഷം ഞാൻ എൻ്റെ പണി അവസാനിപ്പിച്ചിട്ട് മില്ലുവിനെ വിളിക്കാൻ പോയി കേട്ടോ. ഇത് നോമ്പ് മുറിച്ച ശേഷമാണ് ബാക്കി ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ ചക്ക അങ്ങനെ ഇട്ട് കട്ട് ചെയ്ത ചക്കയും അങ്ങനെ ഇട്ട് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും അരച്ചിട്ടിട്ട് 1-2 വിസിലിട്ടാൽ ചക്കക്കറി ഈസി ആയിട്ട് റെഡിയാകും കേട്ടോ. പിന്നെ ഫ്രീസറിൽ വെച്ചിരുന്ന് ഫിഷും എടുത്ത് ഫ്രൈ ചെയ്ത് ഒരു ചായ ഇട്ട് ചായയൊക്കെ കുടിച്ചിട്ട് കുറേ നാളാവുന്ന കേട്ടോ. അങ്ങനെ എല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് വർഷങ്ങളായിട്ട് ആഹാരം കഴിക്കാത്ത പ്രതീതിയിൽ ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. എല്ലാം ടേബിളിൻ്റെ സൈഡിൽ തന്നെ വെച്ച്, കാരണം ആവശ്യാനുസരണം ഇനി എനിക്ക് പോയി എടുക്കണ്ടെന്ന് കരുതിയിട്ട് എല്ലാം അങ്ങനെ വെച്ചിട്ട് ചക്കയും നമ്മുടെ ഫിഷ് ഫ്രൈയും പിന്നെ ഉമ്മ ഇട്ട കുറച്ച് മാങ്ങ അച്ചാറും പിന്നെ നമ്മുടെ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ചേ കൊണ്ട് പറയുന്നതല്ല, ചിലപ്പോൾ മീൻ നല്ലതായ കൊണ്ടായിരിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻകറി. അപ്പോൾ ഇന്നത്തെ എൻ്റെ മൊത്തം ദിവസത്തെ പ്ലാനിൻ്റെ സക്സസ് ആണ് കേട്ടോ നിങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.